എന്റെ ഹസ്ബൻഡും കൂടി വന്നപ്പോഴാണ് അടിച്ചത്. അന്നേരമാണ് വീണത്. വീണ് കഴിഞ്ഞിട്ടും അടിച്ചു. കാരണം ഒന്നും അറിയത്തില്ല. ഓർഡറാന്ന് പറഞ്ഞ് കിട്ടിയവനായിട്ടെല്ലാം അടിച്ചു. സെൽഫി എടുത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി ഫ്രണ്ട് ബാക്കി വന്ന് കിടന്നിട്ട് അവരെ ഓടി ഒരു ലാത്തിയായിട്ട് വന്നിട്ട് ഒരു 4 പോലീസുകാരാണ്. അവരാണെങ്കിൽ യൂണിഫോത്തിനൊന്നും അല്ലായിരുന്നു. അവർ നേരെ വന്ന് ഞങ്ങളെ അങ്ങ് തല്ലുമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധവും അരങ്ങേറുകയാണ്. അട്രോസിറ്റി ആക്ട് അനുസരിച്ചുള്ള ഒരു നടപടി കൂടി വരണം. കാരണം ഞങ്ങൾ അക്രമത്തിനിരയായ അത്രയും പേരും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ആ രീതിയിലുള്ള നടപടി കൂടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. വിവാഹ പാർട്ടി കഴിഞ്ഞ് മടങ്ങിയ സംഘത്തിന് നേരെ പത്തനംതിട്ടയിൽ പോലീസിന്റെ അതിക്രമം. ഇന്നലെ രാത്രി 10:30 പത്തനംതിട്ട നഗരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ദമ്പതികൾ അടക്കമുള്ള ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ശ്രീജിത്ത്, ഭാര്യ സിതാര എന്നിവർക്കാണ് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. ഇവരിപ്പോൾ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI ആയ ജിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത് കോട്ടയത്തെ ഒരു സർക്കാർ സ്കൂളിലെ ലൈബ്രറിയിലാണ്. സിതാര ഒരു സ്കൂളിൽ കൗൺസിലറായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഈ സിതാരയുടെ പരിക്ക് അതിഗുരുതരമാണ്. ഇപ്പോൾ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീജിത്ത് ഈ സംഭവത്തെ പറ്റി പറയുകയാണ്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഞങ്ങള് ഒരു കല്യാണ റിസപ്ഷൻ കഴിഞ്ഞിട്ട് അടൂര് ശാസ്താംകോട്ട റൂട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ പത്തനംതിട്ട വന്നപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഒരു ചേച്ചിക്ക് അവിടെ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളപ്പം പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വരാൻ വേണ്ടി ഞങ്ങൾ വണ്ടി ഇട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ഞാനും എൻ്റെ വൈഫും പിന്നെ അളിയന്മാരും ചേട്ടനും കൂടെ ഞങ്ങൾ ചുമ്മാ വീട്ടിലോട്ട് ഇറങ്ങി. ഞങ്ങൾ ഈ വഴിയൊക്കെ അങ്ങോട്ടൊക്കെ നടന്ന് കുറച്ചു നേരം നടന്നു കഴിഞ്ഞിട്ട് ആ ബാറിന്റെ ആ ഭാഗം വന്നപ്പോഴത്തേക്കിന് ഞങ്ങളവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമായിരുന്നു. അപ്പൊ എന്താ നേരത്തിൽ ഒരു പോലീസ് വണ്ടി പെട്ടെന്ന് ഞങ്ങളുടെ സെൽഫി എടുത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി ഫ്രണ്ട് ബാക്കി വന്ന് കിടന്നിട്ട് അവരെ ഓടി ഒരു ലാത്തിയായിട്ട് വന്നിട്ട് ഒരു 4 പോലീസുകാരാണ്. അവരാണെങ്കിൽ യൂണിഫോത്തിനൊന്നും അല്ലായിരുന്നു. അവർ നേരെ വന്ന് ഞങ്ങളെ അങ്ങ് തല്ലുമായിരുന്നു. അപ്പൊ അടി കൊണ്ട് ഞാനും വൈഫും നിലത്ത് വീണിട്ട് ഞങ്ങളെ നിലത്തിട്ട് അങ്ങ് തല്ലി. എന്താണെന്ന കാര്യം അല്ല എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പോലും ഞങ്ങളോട് ചോദിച്ചില്ല. ഞങ്ങളവിടെ ഓടിച്ചിട്ട് അങ്ങ് അടിക്കുമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് എല്ലാവർക്കും അടി കിട്ടി. ഇവരേതാണ്ട് ഏതോ ലഹരി ഉപയോഗിച്ച പോലെ ഈ പോലീസുകാരെ വന്ന് അവരുടെ തല്ലും കാര്യങ്ങളും എന്ത് പറഞ്ഞില്ലേ? ഞങ്ങൾ പറയാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. അവര് ഇറങ്ങി വന്നപ്പോഴേ ഓങ്ങിക്കൊണ്ടാ വരുന്നത്. അപ്പൊ ഞങ്ങളടുത്ത് അടിക്കുമായിരുന്നാ വിചാരിച്ചത്. പക്ഷെ അവരങ്ങ് അടിച്ച് ഞങ്ങൾക്ക് അടി കൊണ്ട് ഞങ്ങൾ ഓടി ഞങ്ങൾ വീണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്രയും അതുപോലെ അടിയും കിട്ടി. ഞങ്ങളുടെ ചേട്ടച്ചാരെയാണ് അളിയന്റെ ഒക്കെ ആണെങ്കിൽ ഈ സൈഡ് മൊത്തം അവർ അടിച്ച് ചതച്ച് വെച്ചേക്കുക. 5 പേർക്കാണ് മൊത്തത്തിൽ 5 പേർക്ക്. 5 പേര്, 4 ആണുങ്ങളും ഒരു പെൺകൊച്ചുമായിരുന്നു കൂടെ. ഭാര്യയാണ് സിതാര. ആ സമയത്ത് നിങ്ങൾ പോലീസിന്റെ മുന്നിൽ നിന്ന് അടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയിരുന്നു? ഞാൻ അവളെ വലിച്ചോണ്ടെങ്കിൽ ഓടിപ്പോ ഞങ്ങൾ വീണ സമയത്ത് അവര് അപ്പോഴും അടിച്ചു. എന്റെ തലയ്ക്ക് പൊട്ടലുണ്ടായത് എനിക്കൊന്നും അങ്ങനെ ആടിയാന്ന് തോന്നുന്നു. ഞാൻ വീണപ്പോ അവരിങ്ങ് ഓങ്ങിയ വഴിക്ക് ഞാൻ വീണ കൊണ്ട് അവരുടെ തലയ്ക്ക് അടി വന്ന എനിക്ക്. സിതാരയ്ക്ക് എവിടെയാണ്? അവക്ക് ഈ ഷോൾഡറിന്റെ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഫ്രാക്ചർ ഉണ്ട്. പിന്നെ ഇവിടെ കൈ പോയിട്ടുണ്ട്. പിന്നെ ശരീരം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പോറലും കാര്യങ്ങളൊക്കെയാണ്. ജോലിയുള്ള ആളാണോ സിതാര? അവള് ജോലിയുണ്ട്. അവള് MRS ഏറ്റുമാറ്റ MRSലാണ് വർക്ക് ചെയ്യുന്നത്, കൗൺസിലറായിട്ട്. ചേട്ടന് ജോലിയുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു കോളേജിൽ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുക കോട്ടയത്ത്. അപ്പം പുള്ളിക്കാരിക്ക് നടക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. അവൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാം നീരും കാര്യങ്ങളൊക്കെ, ഇവിടെ പൊട്ടലുള്ളതുകൊണ്ട് നീരും കാര്യങ്ങളൊക്കെ. കൈ അനക്കത്തില്ല. ഡോക്ടറെ കണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് 1.5 മാസം റെസ്റ്റ് വേണ്ടി വരും എന്നൊരു കേസാണ് പറഞ്ഞത്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 വർഷമായി. തോളിന് പൊട്ടലുണ്ട്. അപ്പൊ എന്തായാലും 1.5 മാസം റെസ്റ്റ് ബെൽറ്റ് ഇടേണ്ടി വരുമെന്നാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് മാത്രമല്ല, നമുക്ക് കിടക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഈ പോലീസ് നേരെ പുറകെ വന്ന് ലാത്തി കൊണ്ട് അടിച്ചു. ഞാൻ എന്റെ ഹസ്ബൻഡും കൂടി വന്നപ്പോഴാണ് അടിച്ചത്. അന്നേരമാണ് വീണത്. വീണ് കഴിഞ്ഞിട്ടും അടിച്ചു. വീടും നല്ല പരിക്കേറ്റു. രക്തമൊക്കെ നല്ല പോയിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ തല മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്റെ കൈ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തോളും. ഈ പോലീസുകാരനെതിരെ നിങ്ങൾ എന്താണ് നടപടി എടുക്കണമെന്നാണ് ആവശ്യം?
കൃത്യമായിട്ട് ആ പ്രതികളാണ് ആയിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അട്രോസിറ്റി ആക്ട് അനുസരിച്ചുള്ള ഒരു നടപടി കൂടി വരണം. കാരണം ഞങ്ങൾ അക്രമത്തിനിരയായ അത്രയും പേരും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ആ രീതിയിലുള്ള നടപടി കൂടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഫംഗ്ഷന് പോയി. ഞങ്ങൾ അവിടുന്ന് 10 മണിയായപ്പോഴാ പോന്നത്. ഇവിടെ വന്നപ്പോ 11 മണിയായി. 11 ആയപ്പോഴത്തേക്കിന് ചേട്ടായിയെ വിളിച്ചപ്പോ പുള്ളി 10 മിനിറ്റ് ലേറ്റ് ആയി. അപ്പം എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ ഞങ്ങൾ വണ്ടിയെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇവര് 5, 6, 7 പിള്ളേര് ഇറങ്ങി പോയി. അപ്പം ഒരു കൊച്ചു ഓടി വന്നിട്ട് പറഞ്ഞു, ചേച്ചിയുടെ നിങ്ങളുടെ വണ്ടിയിലുള്ള ആളിനാണ് പോലീസ് അടിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു പെങ്കൊച്ച് വീണും കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഓടി ചെല്ലുമ്പോഴത്തേക്കും ഇവന്റെ തലയിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് ഒഴുകും. അപ്പൊ ഞാൻ എന്റെ സാരി കൂട്ടി ഇങ്ങനെ പിടിച്ചു. അപ്പോഴത്തേക്കിന് മുഖം മൊത്തം ബ്ലഡായി. പിന്നെ അവള് ഓടി വീണ് ഇവിടെ കൈ ഇങ്ങനെ വെച്ചോണ്ട് വരുന്നു. പിന്നെ പോലീസുകാർ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് പോലീസുകാർ കയറി വണ്ടി വിട്ടു പോയി. നിങ്ങളെല്ലാം കൂടി ആശുപത്രി കൊണ്ടിരുന്നു? ഞങ്ങളെല്ലാരും കൂടി ആശുപത്രി കൊണ്ടുപോയി. ഒരു വലിയൊരു ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നല്ലോ, സ്ത്രീകളെന്ന് പോലും നോക്കാതെയാണ് അടിച്ചത്. ഭയങ്കരമായിട്ടൊരു ഭീകരമായ ഇതായിരുന്നു. ഞങ്ങളെല്ലാം ഞെട്ടി. എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല, എന്ത് സംഭവമാന്നേ. ഓടറാന്നും പറഞ്ഞ അടിയായിരുന്നു. അപ്പൊ ഇവര് ചോദിച്ചു എന്തിനാ ഓടുന്നത്, എന്താ കാരണമെന്ന് ചോദിച്ചു. കാരണമൊന്നും അറിയത്തില്ല. ഓടറാന്ന് പറഞ്ഞ് കിട്ടിയവനായിട്ടെല്ലാം അടിച്ചു. പത്തനംതിട്ടയിൽ പോലീസ് നടത്തിയ ആക്രമണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വിവാഹ പാർട്ടി കഴിഞ്ഞാണ് ഇവർ പത്തനംതിട്ടയിൽ ഒരു സ്ത്രീയെ വാഹനത്തിൽ നിന്നും ഇറക്കുന്നതിന് വേണ്ടി ആ സ്ത്രീയുടെ ഭർത്താവ് വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയം അല്പം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് അല്പം മാറി അവർ സെൽഫി എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് പോലീസ് ആ സമയത്ത് വളരെ പെട്ടെന്ന് വരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ ഇവർക്ക് നേരെ ലാത്തി വീശുകയായിരുന്നു. ചിലർ മർദ്ദിക്കുകയും ചെയ്തു. ശ്രീജിത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ശ്രീജിത്തിന്റെ ഭാര്യയായ സിതാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സിതാര ഓടുകയും താഴെ വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിതാരയുടെ ഷോൾഡറിന് പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റുമാനൂരിലെ ഒരു സ്കൂളിൽ കൗൺസിലറായി ജോലി ചെയ്യുന്നതാണ് സിതാര. ഭർത്താവ് ശ്രീജിത്ത് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കോട്ടയത്ത് ലൈബ്രറിയനായി ജോലി ചെയ്യുന്നതാണ്. അടൂർ 7-ാം മൈലിൽ വെച്ചാണ് വിവാഹ പാർട്ടി നടന്നത്. പെരുമേലി മൂലക്കയം സ്വദേശിയായ ഒരു യുവതിയുടെ വിവാഹ റിസപ്ഷനായിട്ടായിരുന്നു ഈ ബന്ധുക്കൾ അടക്കം ട്രാവലറിൽ എത്തിയത്. ട്രാവലർ എത്തി വിവാഹ പാർട്ടി കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. യാതൊരു പ്രകോപനമില്ലാതെ തങ്ങളെ തല്ലരുത് എന്ന് അപേക്ഷിച്ച് പറഞ്ഞിട്ടും പോലീസ് യാതൊന്നും നോക്കാതെ, സ്ത്രീകൾ എന്ന പരിഗണന പോലും നൽകാതെ ഈ SI ജിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് ഇവരെ മർദ്ദിക്കുന്നത്. ഏതായാലും ഗുരുതരമായി പരിക്കേറ്റ അവർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധവും അരങ്ങേറുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി കർശനമായി ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് എല്ലാവരും സംഘടനകളൊക്കെ ഉന്നയിക്കുന്നത്. ദളിത് സംഘടനകൾ അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം, അയാളെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യമായാണ് ദളിത് സംഘടനകളൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ്. സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ഇവരെ മർദ്ദിക്കുകയായിരുന്നു, രാത്രിയിൽ മർദ്ദിക്കുകയായിരുന്നു. അത്തരത്തിലൊരു ദാരുണമായ സംഭവം തന്നെയാണ് പത്തനംതിട്ടയിൽ നടന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.